ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാവ്യവൽക്കരണ പ്രക്രിയ, ഉദാഹരണത്തിന് ഈ വർഗീയ തീവ്രവാദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 100% മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തിന് മാത്രമേ ഈ കാവ്യവൽക്കരണത്തെ ദേശീയ തലത്തിലും കേരളത്തിൽ വിശേഷിച്ചും ചെറുക്കാൻ ആവുകയുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള പാർട്ടികളുടെയൊക്കെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ അവരെല്ലാം ഈ വർഗീയതയുമായി സന്ധി ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. BJPയിലേക്കും RSSലേക്കും ഒക്കെയുള്ള ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തന്നെ കാണിക്കുന്നത് ഈ വലത് പാർട്ടികളും തീവ്ര വലത് പാർട്ടികളും ഇപ്പോൾ RSS BJPയെ പോലുള്ള അവർ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ കേന്ദ്ര ഭരണകൂടം നടത്തുന്ന ഈ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് കേരളത്തെ ശ്വാസം മുട്ടിക്കാനുള്ള, കേരളത്തെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും, നമ്മളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. ഈ BJP ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ നമുക്കിവിടെ വലിയ അത്യാപത്തുകൾ, ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോഴും സംസ്ഥാനം അതിൻ്റെ റിസോഴ്സസ് ഉപയോഗിച്ച് ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പുനരധിവാസവും മറ്റുമൊക്കെ നടപ്പാക്കാൻ പറ്റിയത്. അതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ എന്താ പറയുക, ഒരു കാഴ്ചപ്പാടും അതിൻ്റെ ഒരു പ്രവർത്തന മികവും കൊണ്ട് സാധിച്ചതാണ്.